ഹരി ഓം. ശ്രീമദ് ഭാഗവതം ഷഷ്ഠസ്കന്ധത്തിലെ 4-ാം അധ്യായത്തിലെ 41 മുതൽ ഉള്ള ശ്ലോകങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്. അതിന് മുമ്പത്തെ അധ്യായത്തിൽ 3 ശ്ലോകങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. അതും കൂടെ ഞാൻ ഈ കൂട്ടത്തിൽ തന്നെ പറയുകയാണ്. 27, 28, 29 കൂടെ ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുന്നു. അതിനുശേഷം 41-ാമത്തേത് നമുക്ക് വായിക്കാം. മനീഷിണോന്തർഹൃദി സന്നിവേശിതം സ്വശക്തിഭിർനവഭിശ്ച ത്രിവൃദ്ഭിഃ വന്യം യഥാ ദാരുണിപാഞ്ചദശ്യം മനീഷയാ നിഷ്കർഷന്തി ഗൂഢം. ഇത് ഹംസഗുഹ്യമാണ്. അത് പ്രചേതസ്സുകളുടെ കഥ അവിടെ പറഞ്ഞു വരുമ്പോൾ അവർ തപസ്സിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ഈ വൃക്ഷങ്ങളാൽ ഭൂമി മൂടപ്പെട്ടത് കണ്ടിട്ട് ദേഷ്യം വന്നു. ആ കഥയിൽ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ദക്ഷ പ്രജാപതിയെ ഭഗവാനെ സ്തുതിക്കുന്നതായിട്ടുള്ള ശ്ലോകങ്ങൾ, ആ 12 ശ്ലോകങ്ങൾ, അതിനകത്തെ 3 ശ്ലോകങ്ങളാണ് നമ്മൾ വിട്ടുപോയത്. അത് പറയാതെ വായിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അത് വായിക്കേണ്ട വളരെ അത്യാവശ്യമായ ഒരു സ്തുതിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അർത്ഥം നമ്മൾ വിശദീകരിക്കുന്നില്ല, വലിയതായിട്ട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അതൊരു സ്തുതി ആയിട്ട് കരുതുക. അതൊന്ന് നമുക്കൊന്ന് വൃത്തിയായിട്ട് വായിക്കാൻ പഠിക്കാം. മനീഷിണോന്തർഹൃദി സന്നിവേശിതം സ്വശക്തിഭിർ നവഭിശ്ച ത്രിവൃദ്ഭിഃ വന്യം യഥാ ദാരുണി പാഞ്ചദശ്യം മനീഷയാ നിഷ്കർഷന്തി ഗൂഢം. ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന ഹരിയെ ആര് എങ്ങനെ സാക്ഷാത്കരിക്കുന്നു, എങ്ങനെയൊക്കെയാണ് ഭഗവാനെ അറിയുന്നത് എന്ന് ഈ പദ്യം കൊണ്ട് പറയുന്നത്. 9 വിധത്തിലും 3 വിധത്തിലും ഇരിക്കുന്ന തൻ്റെ ശക്തികളാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്ന ആ ഹൃദയഗുഹയിൽ ഭഗവാന്റെ സന്നിവേശിച്ചിരിക്കുന്ന യാതൊരുവനെ ദാരുവിൽ ഗൂഢം മറഞ്ഞിരിക്കുന്ന, ദാരു എന്ന് പറഞ്ഞാൽ മരം എന്നാണ് അർത്ഥം. അതിൽ നിന്നാണ് തരു എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നതൊക്കെ വന്നത്. ദാരുവിൽ മറയ്ക്കപ്പെട്ടിരിക്കുന്ന പഞ്ചദശ സാമിധേനി എന്ന് പറയപ്പെടുന്ന മന്ത്രങ്ങളാൽ പ്രകാശിക്കപ്പെടുവാൻ യോഗ്യതയുള്ള വന്യം വന്യം എന്ന് പറഞ്ഞാൽ തീയ്. അപ്പം വിറകിനകത്ത് മറയ്ക്കപ്പെട്ടിരിക്കുന്ന വന്നി എന്ന തീയ് എന്നതുപോലെ ഇരിക്കുന്നു, അല്ലേ? വിറകിനകത്ത് തീ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീ ഇല്ല എന്ന് നമുക്ക് പറയാം. അപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിറകിനകത്ത് തീ ഉണ്ടോ എന്ന് ചോദിച്ചാലോ, അത് തീ ഉണ്ട്. അത് എവിടെ നിന്ന് വന്നു? പ്രത്യേകിച്ച് ഒരിടത്തുനിന്ന് എവിടുന്നെങ്കിലും ആ വന്നിയുടെ ഒരു അംശം, അല്ലെങ്കിൽ 2 വന്നികൾ തമ്മിൽ കൂട്ടി വരയുമ്പോൾ ഉണ്ടാകാവുന്നതുമാണ് വന്നി. അതല്ലേ അരണി കടയുമ്പോൾ അഗ്നി ഉണ്ടാകുന്നെന്ന് പറയുന്നത്. നമ്മൾ ഇത് കുറേ നേരം റബ്ബ് ചെയ്യുമ്പോൾ ഉരയ്ക്കുമ്പോൾ തീ ഉണ്ടാകും. അത് കല്ലാണെങ്കിലും മരമാണെങ്കിലും. അരണി എന്ന് പറഞ്ഞാൽ മരമാണ്. ഇങ്ങനെ ഒരു ഒലക്ക പോലത്തെ ഒരു സാധനം. ഈ യാഗങ്ങളൊക്കെ നടത്തുമ്പോൾ അഗ്നി ഉണ്ടാക്കുന്ന തീപ്പെട്ടി ഉരച്ച് കത്തിച്ചല്ല, അരണി കടഞ്ഞെടുത്ത് അതിൽ നിന്ന് വരുന്ന അഗ്നിയാണ്. അപ്പോൾ അതെന്തെങ്കിലും ഒന്നോട് ഉരച്ച് കഴിയുമ്പോൾ കുറേ നേരം കഴിയുമ്പോൾ അതിനകത്തുനിന്ന് തനിയേ വന്നി വരും. അപ്പോൾ ആ വന്നി എവിടെ ഇരുന്നു? തീ എവിടെ ഇരുന്നു? ആ വസ്തുവിൽ ഇരിപ്പുണ്ടായിരുന്നു, പക്ഷേ അത് നമുക്കറിഞ്ഞുകൂടാ, പിന്നെ വസ്തുവിനും അറിഞ്ഞുകൂടാ, പക്ഷേ അതുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ അതിനകത്തുനിന്ന് ഉണ്ടായത്, അല്ലേ? സത്യമല്ലേ അത്? ഇതൊക്കെയാണ് വേദാന്തത. ഞാൻ പറഞ്ഞ ഒരുപാട് തലത്തിലേക്ക് നടക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. ഒരു സ്തോത്രത്തിന് അതിൻ്റെ ആവശ്യമില്ലെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനെ പറയുക, അതുപോലെ അഗ്നി എന്ന വിറകിൽ കൂടിയിരിക്കുന്ന, വിറകിൽ ഒളിച്ചിരിക്കുന്ന അഗ്നിയെ പോലെയാണ് മനസ്സിനെ അടക്കുന്നതിൽ സമർത്ഥരായവർ. മനീഷികൾ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവർ എന്നൊക്കെ അർത്ഥം. ആ മനസ്സിനെ മനസ്സിലാക്കി അടക്കുന്നവർ ശുദ്ധമായ ബുദ്ധി കൊണ്ട് അതിനെ ഒതുക്കുന്നു. മനസ്സിലായല്ലോ? പിന്നെ അതിനകത്തൊന്നും തിരുത്താനോ പിരിച്ചെഴുതാനോ ഇല്ല. മമാശേഷ വിശേഷമായ നിഷേധ നിർവാണ സുഖാനുഭൂതി സർവനാമ സച വിശ്വരൂപഃ പ്രസീദതാം അനിരുക്താത്മശക്തി. മമാശേഷ വിശേഷമായ
നിഷേധ നിർവാണ, നിഷേധ കഴിഞ്ഞ കോമ, നിർവാണ കഴിഞ്ഞ കോമ, സുഖാനുഭൂതി. സർവനാമാ സച വിശ്വരൂപ പ്രസീദതാം എന്നിട്ട് അനിരുക്താത്മശക്തി എന്നാക്കുക കേട്ടോ. അശേഷ വിശേഷമായ നിർവാണ സുഖാനുഭൂതി എന്ന് വെച്ചാൽ എല്ലാ വിശേഷങ്ങൾക്കും കാരണമായിരിക്കുന്ന ആ മായയെ വേണ്ടാന്ന് വയ്ക്കുന്നതിൽ നിർവാണ സുഖത്തിൻ്റെ അനുഭൂതിയോട് കൂടിയിരിക്കും. അത് മായയാണ് ഇതിന് കാരണമെന്ന് മനസ്സിലാക്കുന്നവർ ആ ഹരി തന്നെയാണ് ആ ഹരി തന്നെയാണ് സവൈ, ആ ഹരി, ആ മഹാവിഷ്ണു തന്നെയാണ് മമ എന്നിൽ പ്രസാദിക്കേണ്ടത്. ആ സകല നാമങ്ങളോടും കൂടിയവനാണ്, വിശ്വം മുഴുവൻ നിറഞ്ഞിരിക്കുന്നവനാണ്, സകല രൂപങ്ങളിലും അവനാണുള്ളത്. ആ നിർവചിക്കാൻ സാധിക്കാത്ത ഒരു ശക്തിയോട് കൂടിയത്, നമുക്ക് ഇന്നത് എന്ന് പറയാൻ പറ്റാത്ത ഒരു ശക്തിയാണ് ശ്രീഹരിക്കുള്ളത്. ഇത്രയേ ഉള്ളൂ. യദ്യന്നിരുക്തം വചസാ നിരൂപിതം ധിയാക്ഷിഭിർവാ മനസാ ബോധയസ്യ മാ ബോധ സ്വരൂപം ഗുണരൂപം ഹി തത് സവൈ ഗുണാപായ വിസർഗലക്ഷണ. വാക്കുകൊണ്ട് യത് നിരുക്തം യാതൊന്ന് പറയപ്പെട്ടുവോ, യാതൊന്ന് എന്തൊക്കെ പറയപ്പെട്ടുവോ, ധിയാ നിരൂപിതം ബുദ്ധിയാൽ ബുദ്ധിയാലും നിരൂപിക്കപ്പെടുന്നുവോ, എന്ന് വെച്ചാൽ മനസ്സിലാക്കുന്നുവോ, അക്ഷഭി ഇന്ദ്രിയങ്ങളാലും മനസ്സിനാലും ഗ്രഹിക്കപ്പെടുന്നുവോ. ഗൃഹീതം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കപ്പെടുന്നു എന്നാണ് അർത്ഥം. ഗ്രഹിക്കപ്പെടുന്നുവോ. അത് രൂപത്ത് ആ സ്വരൂപം യാതൊരുവൻ്റെ അല്ല, ആ ഗുണരൂപം ഹി, ആ ഗുണരൂപം തന്നെയാണെന്ന് അത് ഭഗവാന്റെ തന്നെയാണെന്ന് പ്രസിദ്ധമാണ്. അവനാണല്ലോ ഗുണാപായ വിസർഗലക്ഷണ, ഗുണങ്ങളുടെ അപായവും വിസർഗവുമാകുന്ന ലക്ഷണങ്ങളോട് കൂടിയവൻ. എല്ലാം സച്ചിദാനന്ദമയമാണ്. മനുഷ്യർക്ക് തോന്നുന്നത്, അതായത് ബുദ്ധിമതികളായിട്ടുള്ള മനസ്സ് ഉള്ളവർക്ക് തോന്നുന്നത് സച്ചിദാനന്ദ രൂപമായിട്ടാണ് ഈ സർവ്വവും കാണപ്പെടുന്നതായ സർവ്വനാമരൂപങ്ങളിലിരിക്കുന്നത് എല്ലാം ഭഗവാനാണെന്ന് കാണപ്പെടുന്നു. ദക്ഷൻ്റെ സ്തുതിയാണിത് കേട്ടോ. വാക്കിനാൽ എന്ത് പറയപ്പെടുന്നുവോ, ബുദ്ധിയാൽ എന്ത് നിശ്ചയിക്കപ്പെടുന്നുവോ, ഇന്ദ്രിയങ്ങളാൽ എന്തൊക്കെ ചെയ്യുന്നുവോ, അങ്ങനെ ഓർത്താൽ മതി. മനസ്സിനാൽ എന്തൊക്കെ സങ്കല്പിക്കുന്നു, നമ്മൾ മനസ്സുകൊണ്ട് തന്നെ സങ്കല്പിക്കുക, ആലോചിച്ച് മനസ്സിലെ അങ്ങനെയൊക്കെ സങ്കല്പിക്കുക. അതൊന്നും ഭഗവാന്റെ സ്വന്തമായ സ്വരൂപമൊന്നും അല്ല. എല്ലാം ഗുണത്തിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള രൂപമാണ്. ആ ഗുണകാര്യങ്ങളുടെ ഉദ്ഭവത്തിനും നാശത്തിനും എല്ലാം അധിഷ്ഠാനമായിരിക്കുന്ന ആ ഭഗവാനാണ് സർവവും എന്ന് മനസ്സിലാക്കുക. യസ്മിൻ യതോ യേന ച യസ്യ യസ്മൈ യദ്യോ യഥാ കുരുതേ കാര്യതേ ച പരാവരേഷാം പരമം പ്രാക് പ്രസിദ്ധം തദ് ബ്രഹ്മ തദ് ഹേതുരനന്യദേകം തദ് അത് തീർന്നു അല്ലേ? മൂന്ന് ശ്ലോകങ്ങൾ തീർന്നു. മറ്റേത് നമ്മൾ പറഞ്ഞതാണെന്നാണ് തോന്നുന്നത്. ഹരി ഓം. അടുത്തത് 41 ശ്ലോകം എടുക്കുക. ആ മൂന്നെണ്ണം നമ്മൾ നേരത്തെ വിട്ടുപോയതാണ്, അതാ പറഞ്ഞത്. ഇനി 43 വേണ്ടത് കേട്ടോ. 43 ശ്രീ ഭഗവാനുവാച പ്രാചേതസ മഹാഭാഗ സംസിദ്ധ തപസാ ഭവാൻ ശ്രദ്ധയാ മത്പരയാ മയി ഭാവം പരം ഗതഃ. പ്രാചേതസ മഹാഭാഗ സംസിദ്ധസ്ത തപസാ ഭവൻ സംസിദ്ധ. അങ്ങനെയാണ്. പ്രാചേതസ മഹാഭാഗ സംസിദ്ധ എന്നിട്ട് അസ വെട്ടിയിട്ടത് ഹ അല്ല കേട്ടോ. സംസിദ്ധ തപസാ ഭവാൻ, തപസ്സല്ലേ ചെയ്തത്, ആ സ അങ്ങ് വെട്ടിക്കളഞ്ഞിട്ട് അത് അവിടെ ഒരു പ്രശ്നമാകും. പ്രചേതസ മഹാഭാഗ സംസിദ്ധ തപസാ ഭവാൻ ശ്രദ്ധയാ മത്പരയാ മയി ഭാവം പരം ഗതഃ. അല്ലയോ പ്രചേതസ്സുകളുടെ പുത്രനായ ഭാഗ്യശാലിൻ, അങ്ങയ്ക്ക് ഭഗവാൻ പറയുകയാണ്, പ്രജേതസ്സുകളുടെ പുത്രനാണ് ദക്ഷൻ, അങ്ങയ്ക്ക് തപസ്സുകൊണ്ട് സാധിക്കേണ്ടതായ ഫലം എല്ലാം ലഭിച്ചിരിക്കുന്നു.
കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങയുടെ ശ്രദ്ധ എന്നിൽ തന്നെ പൂർണ്ണമായി ലയിച്ചിരുന്നതിനാൽ ഉണ്ടാകേണ്ടതായ ഭക്തി, പരമഭക്തിയും ഉണ്ടവിടെ. അതുകൊണ്ട് ഭക്തിയാണ് തപസ്സിൻ്റെ ഫലം. നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്ന തപസ്സാണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊക്കെ തപസ്സുകളാണ് കേട്ടോ. ഈ ഗ്രന്ഥങ്ങൾ പഠിക്കുന്നത്, ക്ഷേത്ര ദർശനം നടത്തുന്നത്, നാമങ്ങൾ ഉരുവിടുന്നത്, വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നത്, തീർത്ഥസ്നാനങ്ങൾ കാണുന്നത്, ഇതെല്ലാം തപസ്സാണ്. ആ തപസ് കൊണ്ട് നമ്മളിൽ ഉണ്ടാകുന്ന എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഭഗവാനിൽ ഭക്തി ഉണ്ടാകാൻ. ആ ഭക്തി വന്നു കഴിഞ്ഞാൽ, ഭഗവാനിൽ പൂർണ്ണമായ ഭക്തി, ആശ്രയം പൂർണ്ണമായിട്ട് ഭഗവാനാണ് എനിക്ക് ഉള്ളൂ എന്ന് നമ്മൾ പൂർണ്ണമായി വിശ്വസിച്ച് തുടങ്ങിക്കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഒന്നും വേണ്ട. അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതൊന്ന് മനസ്സിലാക്കുക. എല്ലാവർക്കും പല പ്രാവശ്യം പറയുന്നതാണ് ഞാനിത്. ഇതൊക്കെ ചെയ്യുന്നത്, നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നാമം ജപിക്കുന്നു, ഒരു വിശേഷം വരുമ്പോൾ നാമം ജപിക്കുന്നു, ഭഗവാനെ ഉപാസിക്കുന്നു, അതുപോലെ ക്രിയകൾക്ക് ചെയ്യുന്നു, ഭഗവാന് വേണ്ടിയിട്ടുള്ള ക്രിയയായിട്ട്. കാരണം ഇല്ലാത്തൊരു കാര്യത്തിൽ ഇല്ല എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന ഒന്ന് നമുക്കുണ്ടെന്ന് തോന്നുന്നു. അവിടെയാണ് നമ്മൾ ഭഗവാന് നമ്മൾ നിവേദ്യം കൊടുക്കുന്നത്, വിളക്ക് തെളിക്കുന്നത്, അല്ലേ? ആ ഭഗവാന്റെ മുമ്പിലൊരു തിരി കത്തിച്ച് വെക്കുന്ന ഭഗവാൻ ഉണ്ടെന്നോർത്തിട്ടാണ്. ഇല്ലെന്ന് സങ്കല്പിക്കുന്നവരത് ചെയ്യാതിരിക്കുക നല്ലത്. അവിടെ ഇല്ല, കല്ലിൻ്റെ മുമ്പിൽ കൊണ്ട് വിളക്ക് തെളിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ ഭഗവാനാണ് ആ ഇരിക്കുന്നത് എന്ന് നമ്മുടെ മുമ്പിൽ തന്നെ ഇരിക്കുന്നു. ഭഗവാന് പൂജ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു അതിഥിയെ നമ്മൾ സൽക്കരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ, നമുക്ക് വളരെ ഒരുപാട് നമുക്ക് വേണ്ടപ്പെട്ടതല്ല. അങ്ങനെ ഓർക്കരുത്. നമ്മളെക്കാൾ ഒരുപാട് ഉന്നതിയിൽ നിൽക്കുന്ന ഒരാൾ നമ്മളുടെ വീട് സന്ദർശിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഭാവം എന്താണ്? അത് അങ്ങനെ കരുതുക. നമുക്ക് ആ ആളിനെക്കുറിച്ച് പറഞ്ഞു കേട്ടുള്ള അറിവേ ഉള്ളൂ. ആ ആൾ നമ്മുടെ വീട്ടിൽ വരികയാണ് എന്ന് പറയുന്നാൽ എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മുടെ വീട്ടിൽ വന്ന് വിടുകയാണെങ്കിൽ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ആളിനെ സങ്കല്പിച്ചോളൂ. അത് കലാകാരനാകാം, ഒരു സന്യാസിയാകാം, സാധാരണ നമ്മളെക്കാൾ ഉയർന്ന തലത്തിലും ഉയർന്ന ചിന്തയിലും ജീവിക്കുന്ന ഒരു പണ്ഡിതനാകാം, അല്ലെങ്കിൽ ഒരു വലിയ പണക്കാരനാകാം. നമ്മളെക്കാൾ ഒരുപാട് ഉന്നതിയിൽ നിന്ന് നമ്മൾ ധരിക്കുന്ന ഒരാൾ, നമ്മൾ ഒരുപാട് ആദരവ് കൊടുക്കുന്ന ഒരാൾ അവിചാരിതമായി നമ്മളുടെ വീട് സന്ദർശിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത്? ആ രീതിയിൽ ഭഗവാനെ കണ്ട് പെരുമാറുക. അതാണ് ക്രിയകൾ ചെയ്യുക എന്ന് ഞാനീ പറഞ്ഞ ക്രിയാമാർഗത്തിൽ. ഭഗവാനെ പൂജിക്കുന്നത്, ഭഗവാന് നിവേദ്യം സമർപ്പിക്കുന്നത്, മാല കെട്ടിയിടുന്നത് ഭഗവാനായിട്ടാണ്, കല്ലിനല്ല ചെയ്യുന്നത്, അല്ലേ? നമ്മൾ അങ്ങനെയായിട്ട് സങ്കല്പിച്ച് ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ടല്ലോ, ആ ചില്ലിൻ്റെ പുറത്താണോ നമ്മൾ മാല കെട്ടിയിടുന്നത്? അല്ല, അവിടെ ദേവനുണ്ട്, ദേവിയുണ്ട്. ആ ദേവന് വേണ്ടിയിട്ട് അർച്ചന നടത്തുന്ന ഓരോ പുഷ്പങ്ങളും ആ കാൽക്കൽ സമർപ്പിക്കുമ്പോൾ ഭഗവാന്റെ കാലിലാണ് സമർപ്പിക്കുന്നത് എന്നുള്ള ആ മനോഭാവത്തോടു കൂടി പൂർണ്ണമായും, അല്ലാതെ പ്രതിമയുടെ മുമ്പിൽ ഭഗവാൻ അതിനകത്ത് ഇരിക്കുന്നുണ്ട് എന്നോർത്തല്ല, അത് ഭഗവാനാണ് എന്നോർത്ത് വേണം. അതിനകത്ത് ഭഗവാൻ ഉണ്ടെന്നോർത്ത്, ചൈതന്യം അതിനകത്ത് ഉൾക്കൊണ്ടെന്നോർത്ത് ചെയ്താലും ഒരു പരിധി വരെ അത് പൂർണ്ണമാവും. അത് ഭഗവാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് കാണാൻ വേണ്ടി ഒരു രൂപം വേണം, അത് അത്യാവശ്യമാണ്. രൂപമില്ലാത്തതിനെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാൻ പറ്റില്ല. അപ്പോൾ രൂപമാണ് നമ്മുടെ പ്രധാനം. അപ്പോൾ അതിനെ തൊട്ട് വന്ദിക്കുന്ന എന്നുള്ള രീതിയിൽ വേണം നമ്മൾ കർമ്മങ്ങൾ ചെയ്യാൻ. അതൊക്കെ തപസ്സാണ്. അപ്പം നിൻ്റെ തപസ്സിൽ ഞാൻ സന്തുഷ്ടനാണെന്ന് പറയുകയാണ് ഭഗവാൻ. ഇത്രയേ ഉള്ളൂ, അതിനകത്തൊന്നും തിരുത്താനില്ല. ആ വെട്ടിക്കളഞ്ഞാൽ മതി. സംസിദ്ധ തപസാ ഭവാൻ യത് ശ്രദ്ധയാമത് പരയാ മയി ഭാവം പരംഗതഃ. ആ ഭക്തി തന്നെ ഉണ്ടായ ഭക്തി തന്നെയാണ് അതിൻ്റെ ഫലം. പ്രീതോഹം തേ പ്രജാനാഥായത്തെ സ്യോത് ബ്രഹ്മണം തപഃ മമൈഷ കാമോ ഭൂതാനാം യത് ഭൂയാസുർവിഭൂതയഃ. പ്രീതോഹം തേ പ്രജാനാഥ, തീർന്നു. യത്തേ സ്യോത് ബ്രഹ്മണം തപഃ മമൈഷ കാമോ ഭൂതാനാം യത് ഭൂയാസുർവിഭൂതയഃ. പ്രജകളെയെല്ലാം രക്ഷിക്കുന്നതായ രക്ഷിതാവേ, തേ തപ. പ്രജകളെ രക്ഷിക്കുന്നതാണല്ലോ ഈ ദക്ഷൻ എന്ന് പറഞ്ഞ ദക്ഷ പ്രജാപതി. അപ്പോൾ രക്ഷിതാവിൻ്റെ തേ തപ, അങ്ങയുടെ തപസ് അസ്യ ഇതിൻ്റെ ബ്രഹ്മണ, അതിനെ വൃദ്ധിയെ വരുത്തുന്നു. അതിന് രക്ഷിക്കുന്ന, പ്രജകളെ രക്ഷിക്കുന്നു എന്ന പ്രവൃത്തിക്ക് കൂടുതൽ ഉയരത്തിലോട്ട് എത്തുന്നു. അഹം, ഞാൻ, അഹം എന്ന് പറഞ്ഞാൽ ഞാൻ, തേ പ്രീത, അങ്ങയിൽ സന്തുഷ്ടനാണ്, നിന്നിൽ പ്രീതനാണ്. ഭൂതങ്ങൾക്ക് സമൃദ്ധികൾ
അതായത് വിഭൂതികൾ ഭൂയാസു ഭവിക്കണമെന്നത് യാതൊന്നാണോ ഏഷ ഇത് മമ കാമ എൻ്റെ ആഗ്രഹം അതാണ്. അത് പ്രജാപാലനത്തിനൊക്കെ സമർത്ഥനായ ദക്ഷ പ്രജാപതി ഈ ലോകത്തിൻ്റെ എല്ലാത്തിൻ്റെയും അഭിവൃദ്ധിക്ക് എല്ലാം ആയിരിക്കുന്നത് കൊണ്ട് അങ്ങയിൽ ഞാൻ വളരെയധികം സന്തോഷിച്ചിരിക്കുന്നു. പ്രാണികൾക്ക്, ജീവികൾക്ക്, പ്രജകൾക്ക് എല്ലാം അഭിവൃദ്ധികൾ ഉണ്ടാകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് ഉപകരിക്കുന്ന തപസ് ചെയ്ത അങ്ങയിൽ ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു എന്ന് ഭഗവാൻ പറയുന്നതേ ഉള്ളൂ. ബ്രഹ്മ ഭവോ ഭവന്തശ്ച മനവോ വിബുധൈശ്വരാഹ വിഭൂതയോ മമ ഹിയത ഭൂതാനാം ഭൂതിഹേതവഃ. ബ്രഹ്മ ഭവോ ഭവന്തശ്ച, അതായത് ബ്രഹ്മാവ് ശിവൻ അതുപോലെ തന്നെ പ്രജാപതികളായ നിങ്ങൾ, അതുപോലെ മനുക്കൾ, ദേവേന്ദ്രൻ മുതലായവരെല്ലാം, അതൊക്കെ ഉണ്ടല്ലോ, ഓരോന്നും പറയുന്നുണ്ട്. ബ്രഹ്മ ഭവൻ ശിവൻ, ഭവന്ത ച ഭവന്മാരും മനുക്കളും, വിബുധേശ്വര ദേവവരന്മാരും, ഭൂതാന പ്രാണികളുടെ ഭൂതിഹേതവ അഭിവൃദ്ധിക്ക് കാരണം ആയിട്ടുള്ള ഇവർ എൻ്റെ വിഭൂതികൾ തന്നെയാണ്. ഇത് ഞാൻ തന്നെയാണ്, എൻ്റെ അനുഗ്രഹം കൊണ്ടുണ്ടായവ തന്നെയാണ്. അതിനകത്ത് തിരുത്താനൊന്നുമില്ല. തപോമേ ഹൃദയം ബ്രഹ്മൻ നാക്കുക തനുർവിദ്യ ക്രിയാകൃതി. തപോമേ ഹൃദയം ബ്രഹ്മൻ നാക്കുക, ബ്രഹ്മം എന്നുള്ളത്. അപ്പം ബ്രഹ്മം സ്തനുർവിദ്യ എന്ന് ഒന്നിച്ച് വായിക്കണം. അപ്പോൾ നമുക്ക് ഇത്തിരി പാടാത്, അത് തെറ്റാൻ സാധ്യതയുള്ളവരുള്ളത് കൊണ്ട് തപോമേ ഹൃദയം ബ്രഹ്മൻ നാക്കിയിട്ട് നിങ്ങളുടെ പുസ്തകത്തിൽ അങ്ങനെ ആയിരിക്കാം ഒരു പക്ഷേ. പിന്നെ ആ പൂജ്യവും സവും വെട്ടിക്കളഞ്ഞാൽ മാത്രം മതി, ബ്രഹ്മൻ എഴുതുകയും വേണം. അതിന് ബ്രഹ്മം എന്നുള്ളതിന് ബ്രഹ്മൻ. തപോമേ ഹൃദയം ബ്രഹ്മൻ. പിന്നെ തനുർവിദ്യ ക്രിയാകൃതി അംഗാനി ക്രതവോ ജാത ധർമ്മ ആത്മാസവ സുരാഹ. തപസ് തപഹ എൻ്റെ ബ്രഹ്മൻ. തനുർവിദ്യ തനു ശരീരം, തനു എന്ന് പറഞ്ഞ ശരീരം. വിദ്യ അറിവ്, ക്രിയ പരിചര്യ, ആകൃതി അറിയാവില്ല, ആകൃതി എന്ന് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അംഗാനി അംഗങ്ങൾ, ക്രതവ യോഗങ്ങൾ, ധർമ്മ യാഗാദി കർമ്മങ്ങളിൽ നിന്നുണ്ടാകുന്ന ശക്തിവിശേഷം, ആത്മാ മനസ്സ്, പ്രാണങ്ങൾ, ദേവന്മാർ, ഇങ്ങനെ. അതുകൊണ്ട് അങ്ങയുടെ തപസ്സിനാൽ ഞാൻ സന്തുഷ്ടനായെന്ന് പറഞ്ഞതിന് അനുസരിച്ച് തന്നെ ലോകത്തിൻ്റെ എല്ലാം ഉന്നമനത്തിന് കാര്യങ്ങളായ വിദ്യാദികളെയും സ്തുതിക്കുന്നു. ആ ഓരോ വിദ്യകൾ, യമനിയമാദി സഹിതമായ ധ്യാനം എൻ്റെ ഹൃദയം ആണ്. അങ്ങനെ ഒരു അംഗങ്ങൾ സഹിതമായ മന്ത്രം ജപം എൻ്റെ ശരീര നിത്യത്തിനോട്ടുള്ള ക്രിയകളാണ്. എൻ്റെ ആകൃതി, അത് വേണ്ടതുപോലെ നടത്തുന്ന യജ്ഞങ്ങൾ എൻ്റെ അവയവങ്ങളാണ്. അതുപോലെ ധർമ്മം എൻ്റെ മനസ്സാണ്. യജ്ഞഭാഗത്തെ അനുഭവിക്കുന്ന ദേവന്മാർ എൻ്റെ പ്രാണങ്ങളാണ് എന്നിങ്ങനെ ഓരോന്ന് പറയുക. അത് ഞാൻ പറഞ്ഞ ഭഗവാൻ പറയുന്നതാണ് ഇതൊക്കെ. അത്ര മതി. അഹമേവാസമേവാഗ്രേ നാന്യത് കിഞ്ച അന്തരം ബഹി സജ്ഞാനമാത്രം അവ്യക്തം പ്രസുപ്തം ഇവ വിശ്വത. അഹമേവാസമേവാഗ്രേ, ഇത് ഈശോവാസി ഉപനിഷത്തിൻ്റെ ആദ്യത്തെ ശ്ലോകമാകട്ടോ, അതിൻ്റെ ആദ്യത്തെ ലൈൻ. അഹമേവാസമേവാഗ്രേ ന അന്യത് കിഞ്ച അന്തരം ബഹി സജ്ഞാനമാത്രം അവ്യക്തം പ്രസുപ്തം ഇവ വിശ്വതഃ. അങ്ങനെയുള്ള അഹം ഞാൻ തന്നെ അഗ്രേ ആദിയിൽ അസം ഉണ്ടായിരുന്നു, ആന്തരം അകത്തും അന്തരത്തിലും, ബഹി പുറത്തും, അന്യത് കിഞ്ച അന്യമായിട്ടൊന്നുമില്ല. എൻ്റെ അകത്തും പുറത്തും സൃഷ്ടിക്ക് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. ആര്? ഞാൻ. ഭഗവാൻ പറയുന്ന ഞാൻ, ആ ബ്രഹ്മമായിട്ടുള്ള ഞാൻ ഉണ്ടായിരുന്നു. ആ ഗ്രഹിക്കത്തക്കതായ ബാഹ്യവസ്തുക്കളോ ഗ്രഹിക്കുന്നതായ അന്ധകരണമോ ഒന്നും ഉണ്ടായിരുന്നില്ല. വേറൊന്നുണ്ടാകുമ്പോഴാണല്ലോ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ബ്രഹ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് മനസ്സിലാക്കാൻ വേണ്ടി വേറൊന്നില്ലായിരുന്നു. അതിനെ ഗ്രഹിക്കത്തക്കതായ വേറൊരു ശക്തി, ബാഹ്യവസ്തു, വെളിയിലൊരു വസ്തു ഇല്ലായിരുന്നു. മനസ്സിലാക്കുന്ന ഒരു അന്ധകരണമോ, അത് നമ്മുടെ ഉള്ളിലാണല്ലോ അത് മനസ്സിലാക്കുന്ന ഒരു കാര്യം, അതും ഇല്ലായിരുന്നു. ചൈതന്യം മാത്രമാണ് എൻ്റെ സ്വരൂപം. സത്ത് ചിത്ത് ആനന്ദം, ആ സ്വരൂപമാണ് എൻ്റേത്. ഇന്ദ്രിയങ്ങളൊന്നും അതിൻ്റെ വിഷയമല്ല. അതുകൊണ്ട് എല്ലാത്തിലും സർവ്വസ്ഥലത്തും
പരിപൂർണമായ ശാന്തി തന്നെയായിരുന്നു ഞാൻ മാത്രം ഉണ്ടായിരുന്നപ്പോൾ. അതിനൊരു ശകലം കോട്ടം വന്നപ്പോഴാണ് ആ സത്വ ഗുണവും തമോ ഗുണവും രജോ ഗുണവും എല്ലാം കൂടെ കൂടി ഒന്നിച്ചിരുന്നപ്പോൾ ഒരു കുഴപ്പമില്ല, ഒരേ ലെവലിൽ. അതിനൊരെണ്ണത്തിന് ഇച്ചിരി ഭേദം വന്നു തുടങ്ങിയപ്പോൾ മാറ്റം വന്നു. അപ്പോഴാണ് കുഴപ്പമുണ്ടായത്. സദൈവ സൗമ്യ ഇതമഗ്ര ആസീത്. ഇത് ഛന്ദോഗ്യ ശ്രുതി അർത്ഥമാണ്. ഛന്ദോഗ്യോപനിഷത്ത് എന്ന് പറയുന്ന അതിനകത്ത് ശ്രുതി എന്ന് പറയും, അതിനകത്തെ അർത്ഥമാണ്. അതിനകത്ത് കാര്യം പറഞ്ഞിരിക്കുന്നതാണത്. അഹമേവാസമേവാഗ്ര എന്നുള്ളത് പിന്നെ ഈശാവാസ്യ ഉപനിഷത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഇതിനകത്തും തിരുത്താനൊന്നുമില്ല. സജ്ഞാനം മാത്രം അവ്യക്തം പ്രസുപ്തമിവ വിശ്രുതഃ മയ്യനന്ത ഗുണേനന്ദേ ഗുണതോ ഗുണവിഗ്രഹ യഥാസീത് തത ഏവാദ്യഃ സ്വയംഭൂ സമഭൂത അജഃ ബ്രഹ്മാവ്. മയ് അനന്ത ഗുണേനന്ദേ ഗുണതോ ഗുണവിഗ്രഹ യഥാസീത് തത ഏവാദ്യഃ സ്വയംഭൂ സമഭൂത അജഃ. ഗുണസ്വരൂപമായ ഈ മായയിൽ നിന്ന്, ഗുണസ്വരൂപമായ മായയിൽ നിന്ന് ഗുണവിഗ്രഹ ഗുണമയമായ ബ്രഹ്മാണ്ടം, ഈ മുഴുവൻ ഗുണങ്ങൾ നിറഞ്ഞിരിക്കുന്നതാണ് ഈ ഭൂമി, ഈ ലോകം മുഴുവനും. അനന്ത ഗുണസ്വരൂപം, ഒരുപാട് ഗുണങ്ങളുടെ സ്വരൂപനാണ്, അപരിച്ഛിന്നനാണ്. എന്നിൽ യഥാ ആസീത് എപ്പോൾ ഉണ്ടായോ, എന്നിൽ എപ്പോഴുണ്ടായോ, തഥാ അപ്പോൾ തന്നെ ആദിയിൽ ഭവിച്ചവനും സ്വയംഭൂ താനേ ഉണ്ടായവനുമായ അജഹ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്. ആ സമഭൂത് ഉണ്ടായി. മൈ അനന്ത ഗുണേനന്ദേ ഗുണതോ ഗുണവിഗ്രഹ യഥാസി തത ഏവാദ്യ സ്വയംഭൂ സമഭൂത് അജ ബ്രഹ്മാവ് ഉണ്ടായി. സവൈ യഥാ മഹാദേവോ മമ വീര്യോപബൃംഹിതഃ മേനേഖിലമിവ ആത്മാനം എന്നാക്കുക. പിന്നെ ഉദ്യത എന്നും ആക്കുക. മോ വെട്ടിക്കളഞ്ഞിട്ടൊരു പൂജ്യം ഇടുക, ഊം എഴുതുക. അപ്പം മേനേഖിലമിവ ആത്മാനം എന്നായി. പിന്നെ അമോ വേണ്ട, ഉദ്യത സർഗകർമ്മണി. ആ ബ്രഹ്മദേവനാൽ സവൈ യഥാ മഹാദേവോ, ആ ബ്രഹ്മദേവൻ സകല ദേവന്മാരുടെയും ആദിഭൂതനും എൻ്റെ തന്നെ വീര്യം കൊണ്ട് സമർത്ഥനാക്കപ്പെട്ടവനുമായി ഇരുന്നിട്ടും എന്തു പറ്റിയില്ല, സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെട്ടപ്പോൾ അതിന് സമർത്ഥനല്ലാത്തവൻ എന്ന പോലെ തോന്നി. അത് നമ്മൾ നാരായണീയത്തിലൊക്കെ വായിച്ചിട്ടുള്ളതല്ലേ, ഭാഗവത്തിൽ എവിടെയോ ഉണ്ടത്. തപതപേത്യേവം ഹി വൈഹായസി, നാരായണീയത്തിലുള്ളതാണ്. തപ എന്ന് പറഞ്ഞു. ഇങ്ങനെ ബ്രഹ്മാവ് ഇങ്ങനെ ഇരുന്ന് ചുറ്റും നോക്കിയപ്പോൾ പ്രളയ ജലം മാത്രമേ ഉള്ളൂ, ഒന്നുമില്ല. അപ്പോൾ എവിടുന്നോ ആരോ പറയുന്നു തപസ് ചെയ്യുമെന്ന്. അപ്പോൾ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബ്രഹ്മാവിന് സൃഷ്ടിക്കാൻ സമർത്ഥനല്ലാത്തവൻ എന്ന പോലെ മനസ്സിൽ തോന്നി. അപ്പോൾ അധ മേഭിഹിതോ ദേവഃ എന്നിട്ട് വെട്ടിക്കളയ. തപോതപ്യത ദാരുണം നവവിശ്വസൃജോ യുഷ്മാൻ ഏനാദാവ് അസൃജത് വിഭു. ഏനാദൗ അസൃജത് വിഭു. ഒന്നിച്ച് വായിച്ചാൽ മതി. ഏനാദാവ് അസൃജത് വിഭു. അതാ പിന്നീട് എന്നാൽ അഭിഹിത എന്ന് വെച്ചാൽ പറഞ്ഞു കൊടുക്കപ്പെട്ട നിമിത്തം സമർത്ഥനായി തീർന്നു അദ്ദേഹം. ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ സമർത്ഥനായി തീർന്നു അദ്ദേഹം. ആ ബ്രഹ്മദേവൻ ഈ ലോകത്തിൻ്റെ അഭിവൃദ്ധിയെല്ലാം വരുത്തുവാനായിട്ട് സമർത്ഥരായ നിങ്ങളെ 9 നിങ്ങളെന്ന് പറയുമ്പോൾ ഈ ദക്ഷ പ്രജാപതി ഉൾപ്പെടെ 9 പ്രജാപതിമാരെ ആദിയിൽ ഈ ബ്രഹ്മാവ് സൃഷ്ടിച്ചു. ആദിയിൽ 9 പ്രജാപതിമാരാണ് ഉണ്ടായത്. അതിനകത്ത് വരുന്നതാണ് കർദമൻ, മരീചി ഒക്കെ, ദക്ഷൻ, അങ്കിരസ്, അങ്ങനെ 9 പേരെയാണ് പിന്നെ സൃഷ്ടിച്ചത്. 9 പ്രജാപതികളെ ആദിയിൽ സൃഷ്ടിച്ചു. ഏഷാ പഞ്ചജനസ്യാംഗ ദുഹിത വൈ പ്രജാപതേഃ അസിഗ്നി നാമ ഭഗ്നിത്വേ പ്രദേശ പ്രതിഗൃഹ്യതാം. പഞ്ചജനസ്യ പ്രജാപതി, പഞ്ചജനൻ എന്നു പേരായ പ്രജാപതിയുടെ, അപ്പോൾ പേരുകളൊക്കെ പറയുന്നുണ്ട് ഇടയ്ക്ക്. പഞ്ചജന എന്ന് പറയുന്നൊരു
പ്രജാപതി ഉണ്ടായിരുന്നു. ഈ ദക്ഷൻ്റെ പോലെ തന്നെ 9 പേരിൽ ഒരാൾ. ആ പ്രജാപതിയുടെ ദുഹിത യേഷാം പുത്രിയാകുന്നു ഇവൾ. അസിഗ്നി നാമ, അസിഗ്നി എന്നു പേര്. പ്രജേശാഹേ പ്രജാപതയെ പത്നിത്വ, പത്നി സ്ഥാനത്തിൽ പ്രതിഗൃഹ്യത, സ്വീകരിക്കപ്പെട്ടാലും. ഇത് ഇവിടെ ഒരു സ്ത്രീയെ കാണിച്ചിട്ട് പറഞ്ഞു ഇത് അസിഗ്നി എന്നാണ് പേര്. അതിനകത്ത് 9 പേരുണ്ടായതിൽ പ്രജാപതി ആയിട്ട് ഒരു പഞ്ചജനൻ എന്നു പേരായ ഒരു പ്രജാപതിയുണ്ട്. ആ ദുഹിത അവരുടെ പുത്രിയായ യേശ പുത്രിയാണ് ഇവൾ. അസിഗ്നി എന്നാണ് പേര്. അസിഗ്നി എന്ന പേരായ ഇവളെ പത്നിത്വ, പത്നി സ്ഥാനത്തിൽ സ്വീകരിക്കപ്പെട്ടാലും. അസിഗ്നി ഹേ അഭിവൃദ്ധി വരുത്തുവാൻ ഉദ്യുക്തനായ പൂജ്യനായവനെ, ഈ പഞ്ചജൻ എന്നു പേരായ പ്രജാപതിയുടെ അസിഗ്നി എന്നു പേരായ പുത്രിയായ ഇവളെ അങ്ങ് പത്നിയായി സ്വീകരിച്ചാലും. മിഥുന വ്യവായ ധർമ്മസ്വം പ്രജാസർഗമിമം പുനഃ മിഥുന വ്യവായ ധർമ്മിണ്യാം ഭൂരിശോ ഭാവയിഷ്യതി. 2 പേരും കൂടി ചേർന്ന് ആ മിഥുന വ്യവസ്ഥയിൽ സംയോഗധർമ്മത്തിൽ അതിനോടുകൂടി ഇവളിൽ പുത്രന്മാരെ ജനിപ്പിക്കുക, പ്രജാസൃഷ്ടി നടത്തുക, പുത്രന്മാരുണ്ടാകുക. നിങ്ങൾ 2 പേരും കൂടെ ഉള്ള ആ മിഥുനീ ഭാവത്തിൽ നിങ്ങൾക്ക് പുത്രന്മാരും പുത്രികളുമൊക്കെ ജനിക്കും. ഭൂരിശ അധികമായിട്ട് വീണ്ടും അഭിവൃദ്ധിപ്പെടും. അധികമായിട്ട് ഭാവയിഷ്യസി, വീണ്ടും അത് അഭിവൃദ്ധിപ്പെട്ടുകൊള്ളും. സ്ത്രീ സംയോഗധർമ്മത്തെ അംഗീകരിച്ച് അങ്ങ് പുരുഷ സംയോഗധർമ്മത്തെ അംഗീകരിച്ചിരിക്കുന്ന ഇവളിൽ അവൾക്ക് സമ്മതമാണ്. അതുകൊണ്ട് അതിൽ ഈ പ്രജാസൃഷ്ടികളെ രണ്ടാമതും അഭിവൃദ്ധിപ്പെടുത്തും. ത്വത്തോധസ്താത് പ്രജാ സർവ മിഥുനീഭൂയ മായയാ മദീയയാ ഭവിഷ്യന്തി ഹരിഷ്യന്തി ച മേ ബലിം. ത്വത്തോധസ്താത് പ്രജാ സർവ മിഥുനീഭൂയ മായയാ മദീയയാ ഭവിഷ്യന്തി ഹരിഷ്യന്തി ച മേ ബലിം. അങ്ങ് മുതൽക്കുള്ള എല്ലാ പ്രജകളും എൻ്റെ മായയുടെ സ്വരൂപമാണ് സ്ത്രീ. ആ സ്ത്രീ എന്ന് പറയുന്നത് എൻ്റെ മായയാണ്, സത്യമല്ല. നമ്മളാരും സത്യമല്ലെന്നാണ് പറയുന്നത്. അത് മായയാണ്, അത് തോന്നിപ്പിക്കുന്നതാണ്. അങ്ങനെ ആ സ്ത്രീയോടുള്ള സംസർഗം ചെയ്തിട്ട് ആ സ്ത്രീയിൽ പുത്രഭാവേന ജനിക്കുകയും അങ്ങ് തന്നെ പുത്രഭാവേന ജനിക്കുക. അത് ഒരുപാട് പ്രാവശ്യം ഭാഗവതത്തിലൊക്കെ പറയുന്നുണ്ട്. ഈ ആരാണോ അച്ഛനായിരിക്കുന്നയാൾ അതാണ് പുത്രഭാവത്തിൽ സ്ത്രീയിൽ ഉണ്ടാകുന്നതെന്ന്. അപ്പോൾ അച്ഛൻ്റെ ആ ഭർത്താവിൻ്റെ തന്നെ ഒരു പ്രതിരൂപമാണ് മകൻ. അതുകൊണ്ടാണ് മകന് ആണേലും വളർന്നു കഴിഞ്ഞാൽ ആ വാത്സല്യത്തിൻ്റെ ഭാവം കഴിഞ്ഞാൽ പുത്രനെ നമ്മൾ ആ ബഹുമാനം കൊടുത്ത് സ്ത്രീകളോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. ബഹുമാനത്തോടു കൂടി ഇടപെടണം എന്ന് പറയുന്നത്. അത് സാധാരണമായ നമ്മുടെ ഗ്രാമ്യ രീതിയിൽ നമുക്കതൊന്നും സാധിക്കുകയില്ലല്ലേ. അങ്ങനെ എന്നാലും സാധിക്കാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞാൽ അവരെ പറയുന്നതിനും ഒരു മൂല്യം കൊടുക്കണം, അവരുടെ വാക്കിനും ഒരു വില കൊടുക്കണമെന്ന്. ആ സ്ത്രീയിൽ പുത്രഭാവേന ജനിക്കുന്നു. ആര്? ഭർത്താവ് തന്നെ. എൻ്റെ ആജ്ഞ നടത്തുന്നതായ പൂജയെ എനിക്കായി സമർപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ എനിക്കുള്ള പൂജയെ എനിക്കും ചെയ്യുക. ശ്രീശുക ഉവാച. ഭഗവാൻ ശ്രീശുകൻ ഇങ്ങനെ പറഞ്ഞു നിർത്തുന്നു. ഇത്യുക്ത്വാ മിഷതസ്തസ്യ ഭഗവാൻ വിശ്വഭാവനഃ സ്വപ്നോപലബ്ധാർത്ഥ ഇവ തത്രൈവാന്തർദധേ ഹരിഃ. സ്വപ്നോപലബ്ധാർത്ഥ ഇത് സ്വപ്നത്തിൽ കണ്ട പദാർത്ഥം പോലെ അവിടെ തന്നെ അന്തർദധേ, ഉള്ളിലേക്ക് എവിടെയോ മറഞ്ഞു, അന്തർദധേ മറഞ്ഞു. ലോകത്തിൻ്റെ അഭിവൃദ്ധി വർധനവിനെ ഉണ്ടാക്കുവാൻ വേണ്ടി ഭഗവാൻ ഹരി ഇപ്രകാരം അരുളി ചെയ്ത ശേഷം ദക്ഷ പ്രജാപതി കണ്ടുകൊണ്ടിരിക്കെ നോക്കി നിൽക്കെ സ്വപ്നത്തിൽ കണ്ട പദാർത്ഥം എന്ന പോലെ അവിടെ തന്നെ ഇല്ലാതായി. എങ്ങോട്ട് പോയെന്ന് പ്രത്യേകിച്ച് കാണാൻ പറ്റാതെ അവിടെ തന്നെ മറഞ്ഞു. ഇത്യുക്ത്വാ മിഷതസ്തസ്യ ഭഗവാൻ വിശ്വഭാവനഃ സ്വപ്നോപലബ്ധാർത്ഥ ഇവ തത്രൈവാന്തർദധേ ഹരിഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ ഷഷ്ഠസ്കന്ധേ ദക്ഷപ്രസാദ നിരൂപണം നാമ ചതുർത്ഥോऽധ്യായഃ. ഹരി ഓം.